നമുക്കിന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാം. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ, ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം മതി, ഞാൻ കാണിച്ചു തരാം. പിന്നെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം തേങ്ങയാണ് ചിരണ്ടിയത്, പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. നമുക്ക് പിന്നെ വേണ്ടത് തൈര്. ഇത് ഞാൻ അടിച്ചിട്ടില്ല, നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ. അത് 200 ml ഉണ്ട്. നമ്മളൊരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെത്തി വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് അടപ്പേ വെക്കാം. പൈനാപ്പിളിൻ്റെ കൂടെ നമുക്ക് എടുത്ത പച്ചമുളക് 2 കീറിയിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ഉപ്പ്, ഇനി കുറച്ച് വെള്ളം. ഇത് 150 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇത്തിരി കറിവേപ്പിലയും ഇട്ടേക്കാം. ഇത് വേകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുക്കാനാണ്, എല്ലാം കൂടി ഒന്നിച്ച് എടുക്കാം. ഇതിനകത്തൊരു കുറച്ച് വെള്ളം മതി, 100 ml വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരഞ്ഞെടുക്കണേ. നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്, ഇതിൻ്റെ വെള്ളവും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം. വെള്ളം എല്ലാം പറ്റി, ഇത്തിരി വെള്ളം കിടന്നു ചെല്ലിയും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ഈ ജാറ് കഴുകി എല്ലാം കൂടെ നമ്മൾ എടുത്തതാണ്, ഒരു 50 ml വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമുക്ക് തൈര് ചേർക്കാൻ പറ്റുള്ളൂ. തിളക്കട്ടെ, അപ്പോഴേക്ക് അടച്ച് വെക്കണ്ട, അടിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇപ്പം നമ്മൾ ഈ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഉടനെ ഈ തൈര് ഒഴിക്കരുത്. ഈ തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് മാറണം. അതിനൊരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷമേ തൈര് ഒഴിക്കാവൂ. അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈരടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇപ്പോൾ ഇത്തിരി കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാം. അതിന് ഞാൻ വേണ്ട ഒരു 50 ml വെള്ളം എടുത്തിട്ടുണ്ട്. അധികം ലൂസ് വേണ്ടെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഒഴിച്ചുണ്ണാനുള്ള ആ പാകത്തിനായിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകപ്പെടുത്തിയിട്ട് മോര് തിളച്ച് പോകരുത്. നന്നായിട്ട് ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കണം. കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഇറക്കുന്ന സമയമായി. ഇത് ഗ്യാസ് നോക്കി ഇനിയിപ്പോൾ ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മധുരം ഇടാം. ഇതിപ്പം ഷുഗറൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മധുരം ഇടണമെന്നുമില്ല. അപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 3 ഉള്ളി അരിഞ്ഞതുണ്ട്, 3 വറ്റൽമുളകുണ്ട്, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടിയത് ഇത്തിരി ഉലുവ, 1 നുള്ളു ഉലുവയും കൂടി ഇതിനകത്ത് ചേർക്കണം. ചുമന്നുണ്ട്. ഇനി നമുക്ക് 1 നുള്ളു ഉലുവ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അത് കറിക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ്.